ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. SIOയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. ഫലസ്തീൻ പോരാട്ടങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു. SIO കേരള പ്രതിരോധത്തിന്റെ പ്രളയം തുഫാനുൽ അക്സയ്ക്ക് 2 വർഷം എന്ന തലക്കെട്ടിൽ ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ സ്ക്വയറിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഫലസ്തീനി വിമോചന പോരാട്ട ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളിൽ ഒന്നാണ് 2023 ഒക്ടോബർ 7 നടന്ന തുഫാനുൽ അക്സ എന്ന് SIO സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് അഭിപ്രായപ്പെട്ടു. വർഗീയ മനോഭാവത്തിൽ മാത്രം കാര്യങ്ങളെ കാണുമ്പോൾ ഈ ഫോർട്ട് കൊച്ചി കടപ്പുറത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമ്മേളനം ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ മാത്രമല്ല, നമ്മളെ കേൾക്കുന്ന കാണുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ പ്രതിരോധത്തിൻ്റെ അടയാളമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്നത് ഇപ്പോഴും സമർപ്പണമിരിക്കുക. ഒരു പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവുമൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള നിലപാടിൽ തന്നെയാണ്. ആ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ എൻ്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന കഫിയെ എങ്ങനെ ധരിക്കുമെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കഫിയെ ധരിച്ചുകൊണ്ട് കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത മനസ്സുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ലോകത്താകമാനുള്ള മനുഷ്യർക്ക് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഫലസ്തീനിൽ ഐക്യപ്പെടാൻ പറ്റുക എന്ന് ഞാൻ വിചാരിക്കും. 10,000കണക്കിന് മൈലുകൾ അപ്പുറമുള്ള മനുഷ്യർ അവരറിയാത്ത കുറ്റത്തിന്റെ പേരിൽ, അവരുടേതല്ലാത്ത കാരണത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് കാണാതെ പോകുന്ന മനുഷ്യരെന്നുള്ള പേരിൽ അവകാശപ്പെടാൻ യോഗ്യരല്ല എന്ന് എനിക്ക്. മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും കാറ്റിൽ പറത്തി ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ മുഴുവൻ ജനങ്ങളും നിരുപാധികം ഫലസ്തീനോടൊപ്പം നിൽക്കണമെന്ന് നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലാലി PM പറഞ്ഞു. സംഗമത്തിന്റെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ ഗാനാലാപനങ്ങളും കലാപ്രകടനങ്ങളും അരങ്ങേറി. പ്രദർശനവും സംഗമത്തിലുണ്ടായിരുന്നു. അഴക്കടലിൽ തോണിയിറക്കാൻ ജനുവരി 29 ഹിന്ദ് തന്റെ കുടുംബത്തോടൊപ്പം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ വഴിയിൽ അവരുടെ കാറിനെ ഇസ്രായേൽ പട്ടാളം ആക്രമിച്ചു. ഹിന്ദിന്റെ അമ്മാവൻ, ചില കുട്ടികൾ, മുതിർന്നവർ എല്ലാവരെയും ആ സയനിസ്റ്റ് തീവ്രവാദികൾ കൊലപ്പെടുത്തി. ഇസ്രായേൽ ഫലസ്തീനെ എത്രമാത്രം അനുഭവിപ്പിക്കുന്നു. ആവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ വീരയുവാക്കളെ, ഖുദ്സിന്റെ വീരയുവാക്കളെ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. GIO സംസ്ഥാന സമിതി അംഗം ഫാത്തിമ തസ്നീം, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ് TK, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് CP മുഹമ്മദ്, കൊച്ചി സിറ്റി സെക്രട്ടറി സുഹൈൽ ഹാഷിം, SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹൽബാസ്, സംസ്ഥാന സമിതി അംഗം സലീൽ ഫലാഹി, ജില്ലാ പ്രസിഡന്റ് അൻസഫ് K അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.